അനന്ത, എന്തൊക്കെ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ? അത് തിരുമേനി, നമ്മുടെ പഞ്ചവായത്തിന്റെ ടീമൊക്കെ വന്നിട്ടുണ്ട്. അവരിപ്പോ ഊട്ടുപേരിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആനക്കാരൻ ആനയായിട്ട് വന്നിട്ടുണ്ട്. കുട്ടിശങ്കരനാണല്ലോ ഇപ്രാവശ്യം നമ്മളെ തടമ്പ് എഴുന്നേൽക്കുന്നത്. അനന്ത, ഒന്നിനൊരു കുറവങ്ങോട്ട് വരരുത്. ഇതിപ്പോ പാരമ്പര്യമായിട്ട് നമ്മൾ നടത്തുന്ന ഉത്സവമാണല്ലോ. ആ കുമാരാ, കുട്ടിശങ്കരൻ വന്നൂല്ലേ? ആ പഴയ കുറുമ്പൊക്കെ ഉണ്ടോ? ഇപ്പൊ അങ്ങനൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ താഴത്തെ പറമ്പിലേക്കാണ് തളച്ചോളുക. കുട്ടിശങ്കരൻ എല്ലാം അവിടെ ഇല്ലേ? അതെല്ലാം അങ്ങോട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നോളുക. മുമ്പുള്ള കാലത്തൊക്കെ നാമാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പഴയ മാതിരി ഒന്നും വയ്യേ, കാലിന് സുഖമില്ല. പിന്നെ ഈ അനന്തണ്ടല്ലോ, അതുകൊണ്ടൊക്കെ അവനെ ഏൽപ്പിച്ചിരിക്കുക. ഉത്സവങ്ങളൊക്കെ നന്നായി നടക്കണ്ടേ? എന്നാ ഞാനെന്നാ അങ്ങോട്ട്. ശരി, പൊക്കോളുക. അതെ തിരുമേനി, ഇപ്രാവശ്യം ഉത്സവം നമ്മൾ ഗംഭീരാകുന്നേ. അപ്പൊ അനന്ത, ആനയ്ക്ക് കൊടുക്കാനുള്ള പട്ടയ്ക്ക് അവിടെ ഇറക്കിയിട്ടില്ലേ? എല്ലാം ഇന്നലെ തന്നെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടല്ലോ. ഒന്നിനൊരു കുറവ് വരരുതേ. അതുണ്ടാവില്ല. എന്താ കുട്ടിയെ? പഞ്ചവാദ്യം പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങല്ലേ? ആശാൻ ചോദിക്കാൻ പറഞ്ഞിരുന്നു. ആശാനോട് പറഞ്ഞ സമയത്ത് തന്നെ അത് തുടങ്ങാൻ പറഞ്ഞോളൂ. ശരി തിരുമേനി. തിരുമേനി, അമ്പലപ്പറമ്പിൽ ആകെ പ്രശ്നമായിന്ന്. ശിവ ശിവ, ആന ഇടഞ്ഞോ? ആനല്ല, ആനയുടെ പാപ്പാന ഇറങ്ങിയത്. എടോ, ആനയ്ക്ക് നല്ല പട്ട കൊടുക്കാത്തോണ്ടാണോ ആ പാപ്പാന അടഞ്ഞത്? ഇത് ആനയ്ക്ക് പട്ട കൊടുത്ത പ്രശ്നമല്ല. പിന്നെന്താ? അയാള് പട്ട അടിച്ചിട്ടാണ് അടഞ്ഞിരിക്കണേ. നടക്കില്ലേ? ഇത് കാര്യം ഇങ്ങോട്ട് എടുത്തോട്ട് വെക്കരി. കുമാരൻ എനിക്ക് ശരിക്കറിയില്ലട്ടാ. ഇതിലേക്ക് വലത്തോട്ട് വെക്കരി. കാര്യം അതിൽ വെക്കേ പറഞ്ഞാൽ